കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂർ ഉത്സവം 3-ാം ദിവസം മാർച്ച് 2-ാം തീയതിയാണ് നടക്കുന്നത്. 3-ാം ഉത്സവത്തിൻ്റെ ആദ്യം രാവിലെ പതിവുമാരി നിർമ്മാല്യ ദർശനം, അഭിഷേകം, ഉഷനിവേദ്യം, ഉഷപ്പൂജ. ഉഷപ്പൂജ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണിക്കിണറിൻ്റെ അടുത്ത് മുളയറയിൽ മുളംപൂജയാണ് നടക്കുന്നത്. അതിനുശേഷം ഭഗവാന്റെ ഉഷശിവേലി കാഴ്ച ശിവേലിയായിട്ട് നടക്കുന്നു. ഇത് സമയം ഒരു 6:30 മുതൽ 9:30 മണി വരെ ഉണ്ടാകും. പ്രശസ്ത കലാകാരന്മാരാണ് ഈ മേളത്തിൽ പങ്കെടുക്കുക. കേരളത്തിലെ പ്രശസ്തരായ അനവധി ആൾക്കാർ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ച് ഒരു മേളം അരങ്ങേറണം എന്നുള്ള മനസ്ഥിതി ഉള്ളവരാണ്. അവരെല്ലാവരും ദേവസ്വത്തെ സമീപിച്ചിട്ടുണ്ടാവും. ദേവസ്വം അവർക്ക് വേണ്ടി ഊഴമിട്ടിട്ട് അവരെ ഓരോരുത്തരായിട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ 9:30 മണി വരെ ആണ് ആ മേളപ്രദർശനം ഉണ്ടാകുക. 3 ആന ഉണ്ടാവും. വെൺകൊറ്റക്കുട, ചാമരം, ആലവട്ടം, നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ. ഗംഭീരമായിട്ടുള്ള ഒരു മേളമാണത്. 9:30-ക്ക് ശേഷം ഭഗവാന്റെ എഴുന്നള്ളിപ്പ് ശ്രീകോവിലിനകത്തേക്ക് പോവുകയും അതിനുശേഷം ഭഗവാന്റെ പാലഭിഷേകം, നവകാഭിഷേകം, പന്തീരടി പൂജ ആണ് നടക്കുന്നത്. പന്തീരടി പൂജ കഴിഞ്ഞ് നട തുറന്നാൽ ഏകദേശം ഒരു 10:15-10:30 കൂടിയിട്ട് ഭഗവാന്റെ ശ്രീഭൂതബലി ആരംഭിക്കുന്നു. ശ്രീഭൂതബലി ഒരു പ്രദക്ഷിണം അകത്ത് കഴിഞ്ഞ് സപ്തമാതൃക്കളുടെ അവിടെ എത്തുമ്പോഴേക്കും സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൽ ശ്രീ ഗുരുവായൂരപ്പനെ എഴുന്നള്ളിച്ച് വയ്ക്കുന്നു. സ്വർണ്ണപ്പഴുക്കാമണ്ഡപം അലങ്കരിച്ചിട്ടുണ്ടാവും. നെറ്റിപ്പട്ടം കെട്ടി വെൺചാമരം, ആലവട്ടം, കൊട, വിരാളിപ്പട്ടെല്ലാം വിരിച്ചിട്ട് ശ്രീ ഗുരുവായൂരപ്പനെ അതിൽ വയ്ക്കുന്നു. ഒരു ചക്രവർത്തി രൂപത്തിലാണ് ഭഗവാൻ ആ സമയത്ത് അവിടെ ഇരിക്കുക എന്നാണ് പറയുന്നത്. ആ സപ്തമാതൃക്കളുടെ അവിടെ ബലി തൂവുന്ന സമയത്ത് കാണിക്ക അർപ്പിച്ച് ദർശനം നടത്തുന്നത് പ്രാധാന്യമുള്ളതാണ്. അത് ഏകദേശം ഒരു അരമണിക്കൂറേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു 10:30 to 10:45, 11-നുള്ളിൽ അത് കഴിയും. അതിനുശേഷം ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളുകയും ആനപ്പുറത്ത് കയറി ശ്രീഭൂതബലി മുഴുമിപ്പിക്കുകയും ചെയ്യുന്നു. ശ്രീഭൂതബലി മുഴുവനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അകത്തേക്ക് പോകുന്നു. വീണ്ടും ഭഗവാന് നവകാഭിഷേകം, ഉച്ചപൂജ. ഈ ഉച്ചപൂജ സമയത്താണ് കളഭാലങ്കാരമെല്ലാം ഉണ്ടാകുന്നത്. ആ സമയത്ത് പൂജിക്കുന്ന മേൽശാന്തിക്ക് എന്താണോ മനസ്സിൽ വരുന്ന രൂപം അതാണ് ഉച്ചപൂജയ്ക്ക് കളഭാലങ്കാരമായിട്ട് ചാർത്തുന്നത്. അങ്ങനെ ഏകദേശം 1:30 മണി 2 മണിക്കുള്ളിൽ ക്ഷേത്രനട അടയ്ക്കും. അതിനുശേഷം വീണ്ടും 3:30-ക്ക് നട തുറക്കും. ഈ സമയത്ത് കൂത്തമ്പലത്തിൽ 1 മണി കഴിഞ്ഞാൽ ചാക്യാർ കൂത്ത് ഉണ്ടാകുന്നതാണ്. അത് ഒരു കാണേണ്ട സംഗതി തന്നെയാണ്. എല്ലാവരും വരിക, കാണുക, അത് ആസ്വദിക്കുക. 3:30 മണിക്ക് ഉച്ചശിവേലി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 5:30 മണിയോടുകൂടി ഉച്ചശിവേലി കഴിയും. ഉച്ചശിവേലി കഴിഞ്ഞാൽ ഭഗവാനകത്തേക്ക് എഴുന്നള്ളി കഴിഞ്ഞാൽ ഏകദേശം ദീപാരാധനയായി. ഒരു 6:15 ആ സന്ധ്യാസമയത്താണ് ഭഗവാന്റെ ദീപാരാധന നടക്കുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം 7 മണിയോടുകൂടി ഭഗവാന് അത്താഴപൂജയായി. അത്താഴപൂജയ്ക്ക് വിശേഷാൽ ഈ ഉത്സവക്കാലത്ത് മാത്രമുള്ളൊരു പ്രധാനമാണ് ഇരട്ടി പായസ നിവേദ്യം. അങ്ങനെ ഗംഭീരമായിട്ട് ഭഗവാൻ അത്താഴപൂജ എല്ലാം കഴിഞ്ഞ് നട തുറന്നു കഴിഞ്ഞാൽ ഒരു 8:15-8:30 കൂടിയിട്ട് ഭഗവാന്റെ നട തുറന്ന് വീണ്ടും ശ്രീഭൂതബലിയായി. ഈ സന്ധ്യാസമയത്ത് ദീപാരാധന കഴിഞ്ഞാൽ അമ്പലത്തിന് ചുറ്റും പാടകം പറയുന്നുണ്ടാവും. ഒരു 5-6 കലാകാരന്മാരുണ്ടാവും. ഈ ഭഗവാന്റെ കഥകളും മഹാഭാഗവതത്തിലെ ഓരോ രംഗങ്ങളുമാണ് അവർ എടുത്തിട്ട് അത് സരസമായി പറഞ്ഞ് ഭക്തന്മാരിൽ എത്തിക്കുന്നു. ഇതേ സമയം തന്നെ ക്ഷേത്രത്തിനകത്ത് കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയെല്ലാം ഉണ്ടാകുന്നത്. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അന്തരീക്ഷമാണ് ആ സമയത്ത് ഗുരുവായൂർ അമ്പലം നടന്നത്. ആ പാടകമെല്ലാം കഴിഞ്ഞ് ഭഗവാന്റെ ശ്രീഭൂതബലി ഒരു 8:30 മണി 9 മണിയോടുകൂടി തുടങ്ങിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ശ്രീഭൂതബലി എഴുന്നള്ളിച്ച് വയ്ക്കും. വടക്കേ നടക്കിൽ സ്വർണ്ണപ്പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കും. അവിടെ ഗംഭീര തായമ്പകയാണ്. പിന്നെ ചക്രവർത്തിയുടെ മുമ്പിൽ തൻ്റെ കല പ്രദർശിപ്പിക്കുകയാണ് ഈ കലാകാരന്മാരെല്ലാവരും ചെയ്യുന്നത്. അത് ഏകദേശം ഒരു 12 മണി 12:30 വരെ ഉണ്ടാവും. ചില ദിവസങ്ങളിൽ 3-4 തായമ്പകകൾ ഉണ്ടാകും. അങ്ങനെ ആ തായമ്പകമൊക്കെ കഴിഞ്ഞ് ഭഗവാൻ വീണ്ടും ആനപ്പുറത്ത് കയറി ഭഗവാന്റെ ചുറ്റുവിളക്ക്, ലക്ഷദീപങ്ങളെല്ലാം കത്തിച്ച് ഇടയ്ക്ക കൊട്ടി പ്രദക്ഷിണം, അതിനുശേഷം മേളപ്രദക്ഷിണം ഉണ്ടാകുന്നു.
അത് കഴിഞ്ഞ് ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്തേക്ക് കയറുന്നു. ഈ സമയത്ത് തന്നെ വൈകുന്നേരം സന്ധ്യാസമയം ദീപാരാധന കഴിഞ്ഞാൽ മുളയറയിൽ മുളപൂജയും ഉണ്ട്. അത് പള്ളിവേട്ട ദിവസം രാവിലെ വരെ ആ മുളപൂജ ഉണ്ടാവും. രാവിലെയും വൈകുന്നേരം പൂജ ഉണ്ട്. രാവിലെ 2 പൂജയും വൈകുന്നേരം 1 പൂജയും, അങ്ങനെ 3 പൂജ, ത്രികാല പൂജയായിട്ടാണ് മുളപൂജ എന്നും നടക്കുന്നത്. ഇതേ സമയത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ തന്നെ 5 മണി മുതൽ തുടങ്ങും അഷ്ടപതി, നാഗസ്വര കച്ചേരി, ഭജൻസ്, നൃത്യങ്ങൾ. ഈ വൈകുന്നേരം രാത്രിയോടുകൂടി തോൽപ്പാവക്കൂത്ത് ഉണ്ട്. അങ്ങനെ ഒരുവിധം നൃത്യങ്ങൾ, പിന്നെ ഓരോ ഭജൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പുറത്ത് നമുക്ക് കണ്ണിന് കുളിരേകുന്ന കാഴ്ചകൾ ധാരാളമുണ്ട്. ഇതേ സമയം തന്നെ 9 മണിക്ക് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അന്നദാനം ഹാളിൽ വെച്ചാൽ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലാണ് ഇക്കുറി കഞ്ഞി പുഴുക്ക് കൊടുക്കുന്നത്. വിഭവസമൃദ്ധമായി വരുന്നവർക്ക് എല്ലാവർക്കും വയറ് നിറച്ച് കൊടുക്കുന്ന സംവിധാനം ദേവസ്വം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്സവം അന്നു മുതൽ 10 ദിവസം വരെ ഗുരുവായൂർ അമ്പലം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദ്വാരകയാണെന്നോ വൃന്ദാവനാണെന്നോ വൈകുണ്ഠമാണെന്നോ ഒക്കെ പറയാം. എവിടെ തിരിഞ്ഞു നോക്കിയാലും നമുക്ക് ആനന്ദം പകരുന്ന കാഴ്ചകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഉത്സവക്കാലത്ത് ഗുരുവായൂർ വരിക, ഗുരുവായൂരപ്പനൊന്ന് ദർശനം നടത്തുക, ഭഗവാന്റെ അനുഗ്രഹം നേടുക. ഈ കാഴ്ചകളെല്ലാം കണ്ട് മനസ്സ് നിറഞ്ഞും വയറ് നിറഞ്ഞും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാം. ഇതിന് പുറമെ കുളത്തിൻ്റെ സൈഡിൽ നന്ദനം സ്റ്റേജിലും വൃന്ദാവനം സ്റ്റേജിലും രാവിലെ മുതൽ രാത്രി വരെ തിരുവാതിരക്കളിയായിട്ടും കൈകൊട്ടിക്കളിയായിട്ടുമുള്ള ഒരു അന്തരീക്ഷമാണ്. എല്ലാവർക്കും അവിടെ വന്ന് അതെല്ലാം കാണാം. നമുക്ക് മനസ്സിനൊരു കുളിർമ പകരുന്ന ദൃശ്യങ്ങളാണ് അതെല്ലാം. അതുകൊണ്ട് എല്ലാത്തിനും ഈ ഉത്സവം 3-ാം ദിവസം എന്നല്ല, എല്ലാ ദിവസവും വരിക, ഗുരുവായൂരപ്പനെ കാണുക, പ്രാർത്ഥിക്കുക, ഭഗവാന്റെ അനുഗ്രഹം നേടുക. കണ്ണിനും മനസ്സിനും എല്ലാം കുളിർമയേകിയും കൊണ്ട് നമുക്ക് തിരിച്ചു പോകാം. ഹരേ ഗുരുവായൂരപ്പ ശരണം. ഈ വീഡിയോ 4-ാം ദിവസം, 5-ാം ദിവസം, 6-ാം ദിവസം അങ്ങനെ ഓരോ ദിവസമായിട്ട് നമ്മൾ ഇടുന്നുണ്ട്. എല്ലാവരും അത് കാണുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ ചാനലിന് ആവശ്യമുണ്ട്. എല്ലാവരും ഭഗവാന്റെ പേരിൽ ഞാൻ പറയുന്നു, ഇതിലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യണം. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ നാരായണ.